നമസ്കാരം. 2008 മെയ് 17 ഉണ്ടായ ഒരു സംഭവമാണ്. നിങ്ങൾ തോക്ക് സ്വാമി എന്ന് കേട്ടിട്ടുണ്ടാവും. സ്വാമി ഹിമവൽ ഭദ്രാനന്ദ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഹിമവൽ ഭദ്രാനന്ദ തോക്ക് സ്വാമി എന്നറിയപ്പെടാനുണ്ടായ ഒരു സംഭവം വലിയ കേരളത്തിലാകെ വലിയ വാർത്താ സംഭവമായിരുന്ന ഒരു കാര്യം 2008 മെയ് 17 ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പല രീതിയിൽ വാർത്തകൾ വരുന്നു. എന്നെ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നു, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആലുവ പോലീസ് സ്റ്റേഷനിൽ സ്വയം തലയിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഇപ്പോൾ വെടിപൊട്ടിക്കും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ വലിയ വാർത്താ സംഭവമായ ഒരു ദിവസം. അന്ന് ഈ തോക്ക് പൊട്ടുകയും വെടിപൊട്ടി, പക്ഷെ മൂപ്പരുടെ തലയിലല്ല, മറ്റ് ഒരു പ്രത്യേകതരം നാടകീയമായ സംഭവമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇദ്ദേഹം തോക്ക് ചൂണ്ടിയ സ്വാമി എന്നുള്ള അർത്ഥത്തിൽ, വെടിപൊട്ടിച്ച സ്വാമി എന്നുള്ള അർത്ഥത്തിൽ തോക്ക് സ്വാമി എന്ന് അറിയപ്പെടുന്നത്. ഞാൻ ഹിമവൽ ഭദ്രാനന്ദയുടെ കാര്യത്തിലല്ല ഇവിടെ പറയാൻ പോകുന്നത്. പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ദിവസം ആ ആലുവ സ്റ്റേഷനിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, അങ്ങനെയുള്ള ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറില്ല. അടുത്ത കാലത്ത് വായിക്കാനിടയായ ഒരു പുസ്തകം EV ഉണ്ണികൃഷ്ണൻ്റെ മാപ്ര സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ചു. ഒലിവ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയതാണ്. നമുക്ക് അത്യാവശ്യം ഈ മാധ്യമ മേഖലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അണിയറ കഥകൾ കൂടി അറിയുന്നത് കൊണ്ടും ചില സംഭവങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത് കൊണ്ടും ഉണ്ണിയുടെ ഈ പുസ്തകം വായിക്കാൻ കൂടുതൽ ആകാംക്ഷ എനിക്ക് ഉണ്ടായി. നിങ്ങളെ സംബന്ധിച്ചും അത് മറ്റൊരു രീതിയിൽ കൗതുകം, അതിൻ്റെ ഇരട്ടി കൗതുകം ചിലപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരുപാട് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന നിരവധി കഥകളുണ്ട്. അതിലൊരു കഥയാണ് തോക്ക് സ്വാമിയുടെ കഥ. കിട്ടാത്ത പോയ വിഷലും തോക്ക് സ്വാമി പൊട്ടിച്ച വെടിയും എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇത് ഒലിവാണ് പബ്ലിഷ് ചെയ്തത്, മാപ്ര സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹം ഈ തോക്ക് സ്വാമിയുടെ കാര്യം പറയുന്ന ആ സംഭവം നടന്ന ദിവസത്തെ കഥയുണ്ട്. ആ സ്റ്റേഷനുള്ളിൽ നടന്ന കാര്യം അദ്ദേഹം പറയുന്നു. വിശദമായ കഥ പറയുന്നുണ്ട്. അതിലൊരു പോയിൻ്റ്, ഒരു ഭാഗം ഇങ്ങനെയാണ്. ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ പുറത്ത് ചാനലുകാരൊക്കെ ഉണ്ട്. മനോരമ ന്യൂസിലെ ലേബി സജീന്ദ്രനെ അവരിന്ന് റിപ്പോർട്ടർ TVയിലാണ്. CI അകത്തേക്ക് വിളിച്ചു. ലേബിക്കൊപ്പം ക്യാമറമാനും അകത്ത് പോയി. മറ്റ് ചാനലുകാരും തൊട്ട് പിറകെ. ഹിമവൽ ഭദ്രാനന്ദയെ അനുനയിപ്പിച്ച് തോക്ക് വാങ്ങിപ്പിക്കാൻ വേണ്ടിയാണ് ലേബി അകത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്നും മറ്റ് മാധ്യമപ്രവർത്തകരെ കയറ്റില്ല എന്നും പോലീസ് അറിയിച്ചു. അകത്ത് കയറിയ ക്യാമറമാൻ എന്ത് ചെയ്തത്, ദൃശ്യങ്ങൾ പകർത്തുന്നത് പുറത്തിരിക്കുന്ന ആൾക്കാർ കണ്ടു. ഇതോടെ പുറത്തുള്ള മാധ്യമപ്രവർത്തകരും പോലീസ് തമ്മിൽ അടിയായി. കാരണം ഇത് പ്രശ്നം പരിഹരിക്കാനാണ് വിളിച്ചെങ്കിലും അവരുടെ കൂടെയുള്ള ക്യാമറമാൻ വിഷ്വൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ, ഞങ്ങൾക്ക് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയായി. അപ്പോൾ ഈ സമയത്ത് ആകെ ബഹളം. അപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചാടി, എന്നെ തിന്നടാ, നിന്നെയൊക്കെ എൻ്റെ ശവം തീറ്റിക്കുമെന്ന് പറഞ്ഞിട്ട് ചാടി. എന്നിട്ട് സ്വാമിയെ പോലീസുകാർ തടയുന്നു. അപ്പോൾ പോലീസുകാരുടെ ആരുടെയോ കയ്യിൽ തോക്ക് തട്ടി വെടി പൊട്ടി. ഒന്നല്ല, 2 തവണ. അപ്പോൾ ഇയാളിങ്ങനെ നിന്നിട്ട് എന്നെ തിന്നറാന്ന് പറയുമ്പോൾ ഈ ഉന്തും തള്ളുക, ഈ തോക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ട് എങ്ങനെ പൊട്ടി. ഇത് മുറുക്ക പിടിച്ച സമയത്ത് അമർന്നിട്ടുണ്ടാവും. അപ്പം ഇയാളിന് മുന്നേ വെടി പൊട്ടിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വെടി പൊട്ടി. ഈ വെടി പൊട്ടിയതിന് ശേഷമാണ് ഭയങ്കര സംഭവം ഉണ്ടായതെന്ന് പറയുമോ. ഒരു മാധ്യമപ്രവർത്തകൻ വെടി ഇങ്ങനെ പൊട്ടുന്നു, പൊട്ടിയ ഉടനെ ഒരു മാധ്യമപ്രവർത്തകൻ നിലത്ത് വീണു. മാധ്യമ ദിനപത്രത്തിൻ്റെ ആലുവ ലേഖകൻ ആള് നിലത്ത് വീണതോടെ പോലീസൊന്നും പതറിയില്ല. കാരണം ആ വെടി കൊണ്ടുവന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവശേഷിക്കുന്ന മാധ്യമപ്രവർത്തകർ പേടിച്ചോ അല്ലാണ്ടോ ചിതറി ഓടി. വീണ മാധ്യമപ്രവർത്തകന് ഒരു അനക്കമില്ല, വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അയാളെയും എടുത്തുകൊണ്ട് ആംബുലൻസ് കൊച്ചിയിലേക്ക് കുതിച്ചു. സംഭവം പിടിവിട്ട് എന്ന് മനസ്സിലായതോടെ പോലീസ് തടി കഴിച്ചിലാക്കാനുള്ള നീക്കം തുടങ്ങി. കാരണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഒരു കൊലപാതകമാണല്ലോ, സമാധാനം പറയണം. അപ്പോൾ സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് ചാനലുകാർ ഡെസ്കിലേക്ക് ഇങ്ങനെ വാർത്ത വിളിച്ച് പറയാം. അപ്പം വിപിൻ ചന്ദ് എന്ന് പറയുന്ന ഇന്ത്യ വിഷൻ്റെ റിപ്പോർട്ടർ, അപ്പോൾ അയാൾ ഡെസ്കിലേക്ക് വാർത്ത വിളിച്ചു പറഞ്ഞു. അപ്പോൾ വിപിനെ പിടിച്ച് പോലീസുകാർ സെല്ലിലടിച്ചു. വിപിൻ ചന്ദ് ഗംഭീര മാധ്യമപ്രവർത്തനം, ഒരു മരിച്ചുപോയി. അപ്പോൾ ആ സംഭവമുള്ള കാലത്ത് അപ്പോൾ വിപിനെ, ഇത് മരിച്ചിരിക്കുകയല്ലേ ഈ ചങ്ങായി, ആരാ മാധ്യമപ്രവർത്തകൻ വെടികൊണ്ട് മരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, മരിച്ചിരിക്കുകയാണെന്നാണല്ലോ ധാരണ. അപ്പോൾ വിപിൻ ചന്ദ് ഇത് പുറത്ത് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള മൂപ്പരെ പിടിച്ച് സെല്ലിലടിച്ചു. അപ്പോൾ മറ്റൊരു ക്യാമറമാൻ ഇന്ത്യ വിഷൻ്റെ ഷമീറിനെയും അകത്തിട്ടു. സ്വാമിയിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി നിങ്ങൾ 2 പേരുമാണ് വെടിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ മാധ്യമ ലേഖനം അങ്ങനെ വെടികൊണ്ടു, അയാൾ മരിച്ചു. അപ്പോൾ നിങ്ങൾ 2 ആളാണ് ഇയാളെ നിന്ന് തോക്ക് വാങ്ങിച്ച് വെടിവെച്ച് കൊന്നതെന്ന് പറഞ്ഞു. DYSP ഉണ്ണിരാജ, CI ബാബുകുമാർ എന്നിവരാണ് അപ്പോൾ സ്റ്റേഷനിലെ ലൈവ്. അപ്പോൾ ഈ സമയത്ത് ഇന്നത്തെ പോലെ വലിയ ഈ ലൈവ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഡെസ്കിൽ നിന്ന്, ഇന്ത്യ വിഷൻ ഡെസ്കിൽ നിന്ന് വിപിൻ ചന്ദ്രനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പിടികിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ ഉടനെ പക്ഷേ പോലീസ് പിടിച്ച് വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ചാനലിൻ്റെ ഡെസ്കിലെ ആളുകൾക്ക് അറിയില്ലോ. പക്ഷേ ഇയാൾ വിളിച്ച് കിട്ടില്ല. മറ്റ് ചാനലിലൊക്കെ വാർത്തയൊക്കെ പോവാണ്, ഇങ്ങനെയൊക്കെ പലതും. മരിച്ചു എന്ന് പോയില്ല, സംഘർഷത്തെക്കുറിച്ച് വാർത്ത പോവാണ്. അപ്പോൾ മറ്റു മാധ്യമപ്രവർത്തകർ അപ്പോൾ ഇന്ത്യ വിഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ അന്ന് ഇന്ത്യ വിഷനിലാണ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം കൊച്ചിയിൽ നിന്ന്
മാധ്യമപ്രവർത്തകർ ഒന്നാകെ ആലുവയിലേക്ക് പോയി. അപ്പോൾ ഇന്ത്യ വിഷൻ ക്യാമറമാൻ ഹൈദരാലിയെയും സെല്ലിനുള്ളിലാക്കി. അതിൻ്റെ പിന്നാലെ മാധ്യമപ്രവർത്തകർ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറുന്നതിനിടെ ലേബിയെയും ക്യാമറമാനെയും പോലീസ് എന്ത് ചെയ്തു? ആദ്യം കൊണ്ടുപോയ ആളുകളുണ്ടല്ലോ മനോരമയുടെ, അവരെ പിൻവാതിലിലൂടെ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് വെടിപൊട്ടുന്നതിൻ്റെ വിഷ്വൽ അവർക്കും കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ഇന്ത്യ വിഷൻ്റെ വിപിൻ ചന്ദ്രനെയും മറ്റവനെയും നിങ്ങളാണ് കൊന്നതെന്ന് പറഞ്ഞാൽ അകത്തിട്ടില്ലേ, ക്യാമറമാനും ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ അയാൾ അതിനകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അയാൾ പക്ഷേ ക്യാമറയിൽ വെടിപൊട്ടുന്ന ദൃശ്യം പകർത്തിയിരുന്നു. അങ്ങനെ ഈ ക്യാമറ പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോയ സമയത്ത് ഇവരെന്ത് ചെയ്തു? പുറത്ത് കാടുണ്ട്, അപ്പോൾ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിരുന്നു. പോലീസ് ഇതൊക്കെ പിടിച്ച് വെക്കുകയാണല്ലോ കൊന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഈ ക്യാമറ വിഷ്വൽ ഇതിനകത്തുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇവരൊക്കെ തിരിച്ചു വന്നു. ഇയാൾ മരിച്ചില്ല, ക്യാമറ റിപ്പോർട്ടർ മരിച്ചിട്ടില്ല. അയാൾ പെട്ടെന്ന് ഈ വെടിപൊട്ടിയതിൻ്റെ പേടിയിൽ അങ്ങ് ബോധം കിട്ടുപോയതാണ്. തിരിച്ച് വന്നിട്ട് വിഷ്വലുണ്ട്, പക്ഷേ കൊടുക്കാൻ വേറെ ഒറ്റ ആളയിലില്ല. ഇന്ത്യ വിഷനിൽ ക്യാമറമാൻ ഹൈദരാലിയുടെ കയ്യിൽ വിഷ്വലുള്ളൂ. അപ്പോൾ അവർ ആരും കാണാതെ കാട്ടിൽ പോയി കാർഡ്, അന്ന് ഈ ഇപ്പോഴത്തെ ഹാർഡ് ഡിസ്കിൻ്റെ നമ്മളെ ചിപ്പ് പോലത്തെ സാധനമല്ല, കുറച്ച് വലുതാണ്, അത് പുറത്തേക്ക് കാട്ടിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത് ക്യാമറേൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് തപ്പിയെടുത്ത് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഈ വിഷയം വലിയ വിവാദമാവുന്ന തരത്തിൽ വിഷ്വൽ പിന്നീട് വെടികൂട്ടുന്ന സമയത്ത് വരുന്നത്. പിന്നെ എല്ലാ ചാനലുകളിലും ആ വിഷ്വൽ എടുക്കുകയാണിത്. അപ്പോൾ ഇതിൻ്റെ രസകരമായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഈ കഥ പറയുന്നത്. ഞാനിത് ഈ ഒരു കഥ സമഗ്രമായി പറയാൻ കാരണം ഈ മോഡലിലാണ് ഉണ്ണി ഓരോ കഥകളും അവതരിപ്പിക്കുന്നത്. പല കഥകളുണ്ട്. ഒന്ന്, ഈ വാർത്താ റിപ്പോർട്ടർമാരെ പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്, ഈ വാർത്ത തിരുത്തേണ്ടി വരുന്ന ആളുകളുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ ഒരു ചാനലിൽ നിന്ന് മാറി വേറെ ചാനലിലൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ചാനലിൻ്റെ ആൾ അവിടെ ഉണ്ടായിരുന്ന ഡെസ്കിലുണ്ടായിരുന്ന ആൾ സ്ഥലം മാറിയെങ്കിൽ നമ്പർ ചിലപ്പോൾ മാറ്റി സേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ അവിടെ മറ്റേ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റിപ്പോർട്ടറാണെങ്കിൽ ഞാൻ എൻ്റെ ഡെസ്കിൽ വിളിക്കുന്നത് അയാളുടെ നമ്പറിലായിരിക്കും. അപ്പോൾ ഭയങ്കര എക്സ്ക്ലൂസീവ് വാർത്തയൊക്കെ ഇത് ഇപ്പോൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന മറ്റേ ചാനലിലായിരിക്കും. അപ്പോൾ ബ്രേക്കിംഗ് വരുന്ന ആ ചാനൽ, അപ്പോൾ മാറിപ്പോകുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ. പിന്നെ മരിച്ചുപോയി എന്ന് വാർത്ത കൊടുക്കുക, അയാളെ ശരിക്കും മരിച്ചിട്ടുണ്ടാവില്ല. തിലകൻ തിരുവനന്തപുരത്ത് കിംസിൽ 2011 തോന്നുന്നു, 11-12 സമയത്താണ്. അപ്പോൾ തിലകൻ കിംസിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു മാസത്തോളം, എനിക്കൊന്ന് 2-3 ആഴ്ചയോളം അദ്ദേഹം അവിടെ തന്നെ അഡ്മിറ്റിലായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരും അവിടെ. ഇങ്ങനെ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ മുതൽ ഇങ്ങനെ ആളുകൾ വരും. ആ സമയത്തെ ഓരോ ദിവസവും അവിടെ നിന്ന് അവസാനം മൂപ്പര് മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ മൂത്ത മകൾ അന്നേരം വൈഫ് പ്രഗ്നൻ്റാണ്. വൈഫ് ഒറ്റക്കാണ് വീട്ടിൽ. ഞാനവിടെ രാവും പകലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് റിപ്പോർട്ടർമാരുണ്ട്. ഞാനന്ന് റിപ്പോർട്ടർ ടി വിയിലാണ്. പിന്നെ തിലകൻ മരിക്കുമ്പോൾ എൻ്റെ മകൾ പ്രസവിച്ച് 2-ാം ദിവസമാണ്. അപ്പോൾ ഞാൻ മരിച്ചതിൻ്റെ പുലർച്ചെ ആശുപത്രിയിൽ നിന്നിട്ട് ആ സമയത്ത് പിന്നെ ടെലിഫോണിൽ ചാനൽ റിപ്പോർട്ട് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിനോട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം കൂടി ഉണ്ണി ഇതിൽ എഴുതുന്നുണ്ട്. അത് സുകുമാർ അഴീക്കോടിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. സുകുമാർ അഴീക്കോട് മരിച്ചതിനെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ വിഷനിലാണെന്ന് തോന്നുന്നു അന്ന് വാർത്ത വന്നു. അപ്പോൾ അന്ന് ഉണ്ണി ഇന്ത്യ വിഷനിലായിരുന്നിരിക്കണം. അപ്പോൾ ആ സംഭവം പിന്നീട് ഏത് രീതിയിൽ മാറിയെന്ന് ആ കഥ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അന്ന് റിപ്പോർട്ടർ ടി വിയിലാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അഴീക്കോട് ഇങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് നമ്മളോട് വിളിച്ച് നികേഷ് സാർ അങ്ങോട്ട് പോകാൻ പറയും. മൂപ്പരാണ് അന്നേരം നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രധാനപ്പെട്ട ആളുകൾ പോകുമല്ലോ. അപ്പോൾ നമ്മളവിടെ പോയി. അന്ന് കലോത്സവമാണ്. അവിടെ കലോത്സവം നടക്കുന്ന സമയമാണ് 2012 ജനുവരിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ പോയി അവിടെ ആശുപത്രിയുടെ ചുറ്റും നമ്മൾ നിൽക്കും. എല്ലാ ചാനലിലും ആളുകളുണ്ടാവും. അപ്പോൾ അന്ന് ഒരു ദിവസം രാത്രി സുകുമാർ അഴീക്കോട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിഷനിൽ മാത്രം വാർത്ത പോയി. പിന്നെ ആരൊക്കെ മാറി അടിച്ചു, പക്ഷേ അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വലിയ വിവാദമായി, അവിടെ വലിയ തർക്കമായി. അപ്പോൾ അങ്ങനെ പലരും പിന്നെ നിന്ന സമയത്ത് അങ്ങനെ ആ പല ഡെസ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് വാർത്ത കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും ഈ മരിച്ച വാർത്തയ്ക്കൊക്കെ ഒന്നും മത്സരിക്കേണ്ടതില്ല. മരിച്ചെന്ന് ഉറപ്പ് വരുത്തി വാർത്ത കൊടുത്താൽ, ഇല്ലെങ്കിൽ ചാനലിൻ്റെ വിശ്വാസ്യതയും പോവും, ഒക്കെ പോവും. പിറ്റേന്ന് പുലർച്ചെ ഈ ദിവസം കഴിഞ്ഞ് ഉണ്ണി ആ കഥയാണ് പറയുന്നത്. അത് ഇതിലില്ലാത്തൊരു കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പിറ്റേന്നാൾ പുലർച്ചെ പിന്നെ ഒരു 5-6 മണിക്കുള്ളിൽ 5:45 ആകുമ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോയി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരാളാണ്. അവിടെ ഇന്ന് മനോരമയുള്ള അഞ്ജിതയാണ് റിപ്പോർട്ടർ ടി വിയുടെ തൃശ്ശൂർ ചീഫ്. അപ്പം അഞ്ജിത അവിടെ അത്യാവശ്യം ഈ ആളുകളുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ്. ഞാനവിടെ കിടന്നുറങ്ങായിരുന്നു, സൈഡിൽ പുല്ലിൽ കിടന്നുറങ്ങായിരുന്നു. പുലർച്ചെ പെട്ടെന്ന് അഞ്ജിത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിലത്തെ, അതായത് ആശുപത്രിയുടെ സുഗുണാഴിക്കോട് കിടക്കുന്ന അതിൻ്റെ താഴത്തെ 1-ാം നിലയിലെ മറ്റാൻ തോന്നുന്നു, ഞങ്ങൾ താഴെ ആ റൂമിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത്. റിപ്പോർട്ടർമാരുണ്ട്. ഞാൻ കുറച്ച് മാറിക്കിടക്കായിരുന്നു. ഓരോരുത്തർ ഓരോ സൈഡിൽ, ചിലർ വണ്ടിയിലൊക്കെ കിടക്കുന്നുണ്ട്.
പെട്ടെന്ന് അഞ്ജിത വിളിച്ചു പറഞ്ഞു, മധുവേട്ടാ സുകുമാരഴിക്കോട് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചു, റിപ്പോർട്ട് ഞാൻ ഉറപ്പ് പറയാം, മധുവേട്ടൻ കൊടുത്തോ, അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആളുടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ മരിച്ചു. അപ്പോൾ അവരല്ല, നമ്മൾ ഉറപ്പ് വരുത്താതെ കൊടുക്കുക, ഞാനും മരിച്ചു, ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ടർ ടി വിയിൽ വാർത്ത കൊടുത്തു. അപ്പോൾ ഇവർക്ക് അത് നേരിട്ട് കൺഫേം ചെയ്യാം, നല്ല ഒരു ആരോഗ്യകരമായ കാര്യമാണ്. അപ്പം നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കൺഫേം ചെയ്യുമ്പോൾ ഞാൻ 10-15 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ റിപ്പോർട്ടർ ടി വിയിൽ കൊടുക്കണം. ആ ഒരു ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ആ ഒരു സാഹചര്യം പെട്ടെന്ന് ഓർത്താണ്. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള ക്രിമേഷൻ വരെ ഞാൻ അതിൻ്റെ പിന്നാലെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ആ വാഹനത്തിൻ്റെ പിന്നാലെ പോകേണ്ട ഓരോ സ്ഥലത്ത് ഈ യാത്രയപ്പ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കൽ ഒക്കെ ആയിട്ട് 2 ദിവസം നീണ്ട ഒരു യാത്രയായിരുന്നു. ഒരു വലിയ റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെയൊക്കെ ഗുണം എനിക്ക് ആ റിപ്പോർട്ടിങ്ങിൽ അനുഭവപ്പെടാൻ പറ്റിയിരുന്നു. ആളുകളിലേക്ക് നമുക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ ഇന്നത് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഈ തെറ്റായി കൊടുത്തത് പിന്നീട് ഉറപ്പിച്ചു കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു അനുഭവം രസകരമായി അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാപ്ര സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഒലിവ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം വായിച്ചാൽ അതുകൊണ്ട് തന്നെ നഷ്ടം ഉണ്ടാവില്ല. ഉണ്ണി മലയാളത്തിലെ ന്യൂസ് ചാനൽ ഒരു ധാരയിലെ പ്രധാനപ്പെട്ട ഒരു സംഘത്തിനൊപ്പം യാത്ര ചെയ്താണ്. MV നികേഷ് കുമാർ മുതൽ ഇങ്ങോട്ട് ഇന്ത്യ വിഷൻ്റെ വളർച്ചയുടെ പ്രധാന ഘട്ടങ്ങളിലൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. MK മുനീർ വരെയുള്ള നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ചാനൽ രംഗത്തെ അണിയറയിലെ കഥകൾ കൂടി നമുക്കറിയാൻ കഴിയും. പക്ഷേ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ചിരിക്കാൻ കാര്യമുള്ള കഥകൾ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാൽ നഷ്ടാവില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.